ഇന്നത്തെ എൻ്റെ റെസിപ്പി ടൊമാറ്റോ സോസാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ടൊമാറ്റോ സോസ്. പല കുട്ടികളും ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം സോസാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ സോസ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ടൊമാറ്റോ സോസിലേക്ക് ആവശ്യമായ 1 കിലോ തക്കാളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ തക്കാളി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് 1 സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 5 സ്പൂൺ പഞ്ചസാര, 5 സ്പൂൺ വിനാഗിരി. ഈ തക്കാളി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലെ ഈ കട്ടിയുള്ള ഭാഗം കളയണം. എന്നിട്ട് ഇത് 4ആക്കി ഒന്ന് മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ തക്കാളി സോസിലേക്ക് ഞാൻ വേറെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് ഈ ടൊമാറ്റോ വേവാൻ നമ്മൾ കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ 4 വിസിൽ കഴിയുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. കുക്കർ തുറക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായി തണുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിതിലേക്ക് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത്. പഴുത്ത തക്കാളി എടുത്താലാണ് നമുക്ക് നല്ല ടേസ്റ്റിലുള്ള ടൊമാറ്റോ കെച്ചപ്പ് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ശരിക്കും അരിച്ച് എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ കുരുക്കളെല്ലാം ഈ അരിപ്പയിൽ തങ്ങി നിൽക്കുന്നു. ബാക്കി തക്കാളി അരപ്പെല്ലാം നമ്മുടെ ഫ്രൈ പാനിലേക്ക് വീണിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനും കൂടെ അരിച്ചെടുക്കാം. ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു. ആ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 5 സ്പൂൺ പഞ്ചസാര, വിനാഗിരി 5 സ്പൂൺ. ഇതെല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അതെല്ലാം ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കൈവിടാതെ ഇളക്കണമെന്നില്ല. ഇത് അടിയിലൊന്നും പിടിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഗ്യാപ്പിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനി നന്നായിട്ട് കുറുകി വരണം.
കച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റിക്കിലെടുക്കുമ്പോൾ ഇത് ഒലിച്ചു വീഴാതെ ഇങ്ങനെ നിൽക്കും. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ ഒരു കഴുകി ഉണക്കിയെടുത്ത ഡ്രൈ ആയിട്ടുള്ളൊരു കുപ്പിയുടെ അകത്തേക്ക് ഇതാക്കി അടച്ചു വെച്ച് നമുക്ക് ഒരു 6 മാസം വരെ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്.